ഓരോരുത്തരുടെയും അവരുടെ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതിന്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, ആമിർ മൻസൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ. ആ സഹോദരൻ തീർത്ഥാടന ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരുപാട് വിശ്വാസികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ അനുഗ്രഹീതമായ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മണ്ണിലേക്ക് തീർത്ഥാടനത്തിന് വേണ്ടി യാത്ര തിരിക്കുമ്പോൾ അവസാനത്തെ തീർത്ഥാടകനായിരുന്നു ആമിർ മൻസൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ. അള്ളാഹുവെ നാം മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ ഈമാന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ്, എല്ലാവരുടെയും പാസ്പോർട്ട് ചെക്ക് ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ അതിൽ എന്തോ ഒരു പ്രശ്നം സംഭവിക്കുകയും ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറച്ചു നേരം അവിടെ പിടിച്ചു നിർത്തിയപ്പോൾ എല്ലാ തീർത്ഥാടകരും ഫ്ലൈറ്റിൽ കയറി പുറപ്പെടാനുള്ള തീരുമാനത്തിലാവുകയും അങ്ങനെ ആ ഒരു പാസ്പോർട്ട് ആ എയർപോർട്ടിൽ നിന്നും ഉള്ള ഒരു ഡയറക്ടർ കടന്നു വന്നിട്ട് ആ ക്യാപ്റ്റനോട് പറയുകയാണ്, ഇദ്ദേഹത്തെയും കൂടെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പറയുമ്പോൾ അവർ പറയുകയാണ്, ഇത് ഒരുപാട് നേരമൊന്നും കാത്തു നിൽക്കാൻ പറ്റുകയില്ല എന്ന് പറയുകയും ആ ഡയറക്ടറെ തിരികെ വന്ന ആമിർ മൻസൂറിനോട് വിവരം പറയുകയും അദ്ദേഹം അപ്പോൾ അവിടെ പറയുകയാണ്, എന്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട് പരിശുദ്ധമായ കഅബാലയത്തിൽ പോകാൻ. അല്ലാഹുവാണ് അവിടെ, ഞാൻ ഇവിടുന്ന് പോവുകയില്ല, എനിക്ക് അവിടെ തന്നെ എത്തുക തന്നെ ചെയ്യണം. അപ്പോൾ ഞാനില്ലാതെ ഈ ഫ്ലൈറ്റ് പുറപ്പെടുകയില്ല ഇൻഷാ അല്ലാഹ് എന്ന ഈമാനികമായ പവർ കൊണ്ട് അദ്ദേഹം പറയുകയും അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ പോയപ്പോൾ എന്തോ കുഴപ്പം കാണിക്കുകയും പിന്നെയും അവിടെ നിന്ന് ആ ഡയറക്ടർ വന്ന് ക്യാപ്റ്റനോട് പറയുകയാണ്, ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റനോട് പറയുകയാണ്, ഇദ്ദേഹത്തെയും കൂടെ നിങ്ങൾ കൊണ്ടുപോകണം. ഇനി അപ്പോൾ ആ ക്യാപ്റ്റൻ അദ്ദേഹത്തോട് പറയുകയാണ്, വാതിൽ തുറക്കാൻ കഴിയുകയില്ല, കാരണം എഞ്ചിൻ ഓണാണ്, അതുകൊണ്ട് വാതിൽ തുറക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും തിരികെ ആ മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുകയാണ്, എല്ലാം പടച്ചവന്റെ തീരുമാനമാണ്, എന്തെങ്കിലും ഖൈറ് കാണുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തപ്പോൾ പിന്നെയും അങ്ങനെ ആ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ പോയപ്പോൾ പിന്നെയും ഒരു കുഴപ്പം കാണിക്കുകയാണ്. അപ്പോൾ ആ ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു, ഇനി അദ്ദേഹം ഇല്ലാതെ ഈ ഫ്ലൈറ്റ് ഞാൻ പറപ്പിക്കുകയില്ല എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തെയും കൊണ്ട് ആ ഫ്ലൈറ്റിൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പുണ്യമേറിയ ആ മണ്ണിലേക്ക് കാലുകുത്തി അദ്ദേഹം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഒരുങ്ങാനായിട്ട് സാധിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ചെയ്യുവാനും സാധിച്ചു. ഇതാണ് പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. അതായത് ഓരോരുത്തർക്കും അവരുടെ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പ്രതിഫലം ലഭിക്കുക എന്ന് പറയുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നിയ്യത്ത് നല്ലതാണെങ്കിൽ എന്താണ് എത്തേണ്ടിടത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് നമ്മളെ എത്തിക്കും. അതിന് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരും. അതാണ് അദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്.